ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജോവാർ വെച്ചിട്ട്, ജോവാർ എന്ന് പറഞ്ഞാൽ മണിച്ചോളം അല്ലെങ്കിൽ സോർഗം എന്നൊക്കെ പറയും. അപ്പോൾ അത് ഒരു മില്ലറ്റാണ്. അത് വെച്ചിട്ട് നമ്മളൊരു ജോവാർ പനീർ പറാത്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തു, ഒരു തക്കാളി, പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കുറച്ച്, ഒരു ടീസ്പൂൺ, പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, പിന്നെ ഒരു ടീസ്പൂൺ ജീരകം, പിന്നെ അയമോദകം ഒരു അര ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ജീരകത്തിന് പകരം വേണമെങ്കിൽ ജീരകം പൊടിച്ചതും ചേർക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടി ഒരു അര ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 100 ഗ്രാം ഗ്രേറ്റ് ചെയ്തെടുത്ത പനീറാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ തന്നെ നിറയെ ജലാംശമുള്ളതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ജോവാർ ഫ്ലോർ, അതായത് ജോവാർ പൊടി, അത് നമുക്ക് 1 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 250 ml കപ്പിൻ്റെ 1 കപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മാത്രമേ വെള്ളം ആവശ്യമായിട്ട് വരികയുള്ളൂ. നമ്മൾ ഈ പച്ചക്കറിയിലും പനീറിലും ഒക്കെയുള്ള ജലാംശം തന്നെ അതിലേക്ക് മതിയാകും. അപ്പോൾ ജോവാർ വളരെ നല്ല ആരോഗ്യത്തിന് വളരെ നല്ല ഒരു മില്ലറ്റാണ്. അപ്പോൾ ഇത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനും ഹാർട്ടിനും ഒക്കെ വളരെ നല്ലതാണ്, കണ്ണിന് വളരെ നല്ലതാണ്, പിന്നെ ഷുഗർ പേഷ്യൻസിന് വളരെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ജോവാറിന്. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു ബോൾ എടുക്കുക. ഉരുട്ടിയെടുത്തിട്ട് നമുക്കിത് നല്ല വൃത്തിയുള്ളൊരു നനഞ്ഞ തുണി എടുക്കുക, അല്ലെങ്കിൽ വാഴയിലയിലോ പ്ലാസ്റ്റിക് ഷീറ്റിലോ ബട്ടർ പേപ്പറിലോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉരുള വെച്ചിട്ട് നമ്മൾ കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക, കൈ വെച്ച് തന്നെ. പിന്നെ അത് നമുക്ക് ചൂടായ തവയിലിട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ 2 വശവും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓളിനുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ചെറുതീയിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്കൊന്ന് ചെറുതീയിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഇതൊരു ഭാഗം നല്ലപോലെ ഒന്ന് വെന്ത ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് നെയ്യാണ്. അപ്പം നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് വളരെ നല്ല സ്വാദുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ധാരാളം പച്ചക്കറികളും പനീറും പ്രോട്ടീനൊക്കെ നിറയെയുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് 2 വശവും നല്ലപോലെ ഇപ്പോൾ വെന്ത് വരാറായി. അപ്പോൾ നല്ലപോലെ കുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ജോവാർ റൊട്ടി ഇപ്പോൾ റെഡിയായി. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇത് വളരെ സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് തൈരോ അല്ലെങ്കിൽ ഏതെങ്കിലും പിക്കിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചട്നിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.